വരും ടാറ്റാ. ചിരിച്ചു നല്ല അമ്മക്ക് പോവാൻ ഹാപ്പി ആവും. ചിരിക്ക് ചിരിച്ചേ ചിരിച്ചേ. അമ്മ എവിടെ ചെന്ന് ബോബിയോടൊന്ന് വരാൻ പറയട്ടെ പറയട്ടെ. ഉമ്മതാ ഉമ്മതാ ഉമ്മതാ. വരുന്നു ചെല്ല്. ബോബി ചേട്ടൻ വരുന്നു. ഇങ്ങ് ഈ സൈഡിൽ വാ. ബോബി ചേട്ടൻ അതിലോട്ട് പോ. ചെല്ല് ചെല്ല്. അമ്മ വേഗം വരാടാ. കുറച്ചേരം ഇവന്റെ കൂടെ കളിക്കണേ മോനെ. രാവിലെ ഇങ്ങ് വരണേ. ഓക്കെ ടാറ്റാ. ലവ് യു ഉമ്മ. വണ്ടി വിടും മോനെ. അങ്ങനെ നമ്മള് വണ്ടി പേ ആൻഡ് പാർക്കില് പാർക്ക് ചെയ്തു കേട്ടോ. കാരണം നാളെ രാത്രിയല്ലേ വരൂ. അപ്പോൾ റോഡിലിടുന്ന സേഫ് അല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പേ ആൻഡ് പാർക്കിലിട്ടു. അപ്പോൾ ഇത്രയും ലഗേജ് ആട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പം നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. എനിക്ക് ഭയങ്കര തലവേദന. അപ്പോൾ ഒരു ബ്ലാക്ക് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. വിത്ത് ഷുഗർ വിത്തൗട്ട് ഷുഗർ. നിങ്ങൾക്ക് പഞ്ചാരയാണ്. ഇവിടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ലിഫ്റ്റ് എന്നെ ഇവിടെ താല്പര്യം കണ്ടോ. ലിഫ്റ്റ് കണ്ടോ. ലിഫ്റ്റ് ആണോ. സങ്കടമൊക്കെ പോയി, വിഷമൊക്കെ മാറി അവനോട് കളിക്കുകയെന്ന് അറിഞ്ഞു കേട്ടോ. അപ്പൊ പിന്നെ എനിക്ക് ഓക്കെ ആയി. അപ്പൊ ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മള് ട്രെയിനിൽ കയറാൻ വേണ്ടി പോവാ കേട്ടോ. അപ്പം നമ്മൾ ട്രെയിൻ കയറി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനത്തെ സീറ്റാണ് കിട്ടിയത്. നല്ല സുഖമുണ്ട്. ഏട്ടന് മുകളിലത്തെ സീറ്റ്, എനിക്ക് ഇവിടുത്തെ സീറ്റ്. ഏട്ടൻ പക്ഷേ ഓപ്പോസിറ്റ് കിടപ്പുണ്ട്. അല്ലല്ലോ എനിക്ക് ഈ സീറ്റ്. എന്നെ താഴെ കിടന്നതില്ല, പേടി. കയറിങ് ഏട്ടത്ത്. അങ്ങനെ ഞാൻ എന്താ ചാർജ് ചെയ്ത് ഞാൻ ഫോൺ കുത്തിയിട്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ സൈഡ് സീറ്റിൻ്റെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റപ്പാലത്ത് വന്നത്. ഈ ഇല്ലെന്ന് പറഞ്ഞിട്ടടി ഞാൻ അപ്പുവിനെ പറ്റിച്ചത്. ഇത് കാണുമ്പോ അപ്പു എന്നെ കൊല്ലൂടി. അയ്യോ പാവം. ഞങ്ങൾ പറഞ്ഞു ദൈവം തമ്പുരാനെന്ന് പറയുന്ന ഞാൻ കുത്തില്ല. ഞാൻ പറഞ്ഞേ എടാ സിജു പറഞ്ഞേ എപ്പോ സിജു വിളിച്ചാലും നിന്നെ കിട്ടുന്നില്ല എന്റെ ഉദ്ദേശം. ഞാൻ വല്ലതും പറയുകയാണ്. എനിക്കറിയില്ല പറഞ്ഞു ഇങ്ങനെ. അയ്യോ പാവം. അയ്യോ പാവം. ഞാൻ വിചാരിച്ചേ കണ്ണച്ചേട്ടനൂടെ വന്ന് കഴിഞ്ഞാൽ ആദ്യം വിചാരിച്ച സിജിനെ പിടിച്ച് അവിടെ വിടാൻ. പിന്നെ വിചാരിച്ചു വേണ്ട, ഈ സീറ്റിൽ എന്നാലും കുഴപ്പമില്ല. ഞങ്ങക്ക് മുകളിലത്തെ സീറ്റ് കണ്ടോ. നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ. പെണ്ണെ താടി. എനിക്ക് ഇത് കാണുമ്പോ അപ്പു എന്നെ കൊല്ലും. ഇവളില്ലെന്നുള്ള ഒറ്റ വാഗ്ദാനത്തിലല്ലേ വന്നത്. കരച്ചിലായിരുന്നു അവിടെ. തരുവോ? എടി നീ എന്നെ ആലോചിച്ചോടി, നീ എന്നെ ഓർത്തോടി. ഉഷ്ടൻ ഉറക്കം വരുന്നില്ല. എല്ലാരും കിടന്നുറങ്ങി. എനിക്ക് മാത്രം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഉറക്കം ശരിയായില്ല. അല്ല എനിക്ക് ഇപ്പം അടുത്ത സ്റ്റോപ്പ് ആയതുകൊണ്ട് ഇവരെല്ലാം എഴുന്നേറ്റിരുന്നേ. എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇനി റൂമിലെങ്ങാനും ചെന്നിട്ട് കിടന്നുറങ്ങിയെങ്കിലേ ഉള്ളൂ. ഭയങ്കര അസ്വസ്ഥത. എനിക്ക് ഇങ്ങനൊന്നും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ വെളുപ്പിനൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വരിവരിയായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരെ കൊണ്ടുവന്നവരെല്ലാം പിള്ളേരെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ഫ്രണ്ടിൽ. ഗുഡ് മോർണിംഗ്. റൂമിൽ ചെന്ന് ഒരു 2 മണിക്കൂർ ഉറങ്ങി കേട്ടോ. എനിക്ക് ഈ കുഞ്ഞി കണ്ണായതുകൊണ്ട് ഉറക്കം നിന്ന് കഴിഞ്ഞാൽ മുഖത്ത് നീര് പോലെയും എന്തോ പോലെ ഇരിക്കുകയാണ് കേട്ടോ എൻ്റെ മുഖം. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. തൊട്ട് താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ.
താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പച്ചി പറഞ്ഞു എടി അപ്പം മുട്ടക്കറി നല്ലതാണെന്ന് കേട്ടോ. ശരിയായിരുന്നു, അപ്പം അടിപൊളി സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. മുട്ടക്കറി എനിക്ക് അങ്ങോട്ട് എരി കൂടുതലായിട്ട് തോന്നി, കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് മുട്ടക്കറി അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം സൂപ്പറായിരുന്നു. എന്നിട്ട് ഞാനൊരു കോഫി പറഞ്ഞു കേട്ടോ, മിൽക്കില്ലാതെ, പാലില്ലാതെ ഒരു കോഫി പറഞ്ഞു. നിറച്ച് പഞ്ചസാര ഇട്ട് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എൻ്റെ കണ്ണൊക്കെ ഇച്ചിരി വിരിഞ്ഞ പോലെ തന്നെ തോന്നി. കാരണം അതുപോലെ എനിക്കങ്ങ് ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ, ഉറക്കമില്ലാത്തതിൻ്റെ. അങ്ങനെ ഫുഡ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഓട്ടോ വിളിക്കാൻ വേണ്ടി പോവാട്ടോ. കാരണം നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വിളിക്കുകയാണ്. അപ്പോൾ 2 ഓട്ടോയാണ് വിളിച്ചത്. കാരണം നമ്മൾ ഇത്രയും പേരും കൂടെ ഒരു ഓട്ടോയിൽ കയറില്ല. അപ്പോൾ 2 ഓട്ടോയിൽ നമ്മളിനി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ ഈ ഒരു ഓട്ടോയിലാട്ടോ കയറിയത്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നതാണ് ശ്രുതി, അതായത് കണ്ണൻചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. അപ്പോൾ ശ്രുതിയെ ഞാൻ ചുരുക്കി ശ്രൂ എന്നാട്ടോ വിളിക്കുന്നത്. കാരണം സീച്ചേട്ടൻ്റെ പെങ്ങൾ, എൻ്റെ നാത്തൂൻ്റെ പേര് ശ്രുതി എന്നായതുകൊണ്ട് ആ ശ്രുതിയെയും ഈ ശ്രുതിയെ ഞാൻ ശ്രൂ എന്നാട്ടോ വിളിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അവിടെ ഒരു ടെക്സ്റ്റൈൽസിലാണ് പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ശരിക്കും അതിശയം തോന്നി. നമ്മളെ അറിയുന്ന കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, സബ്സ്ക്രൈബേഴ്സായിട്ട്. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ എനിക്കൊരു വീടായിട്ടാട്ടോ ആദ്യം തോന്നിയത്. കാരണം ഓരോ റൂമിൽ ഇങ്ങനെ ഓരോന്ന് അടുക്കി വെച്ചേക്കാണ്. അപ്പോൾ മുകളിലത്തെ നിലയിലാട്ടോ വെഡ്ഡിങ് സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് തുണി നോക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഞാൻ ശ്രുവിനോട് ചോദിച്ചു, എടി നിനക്ക് എന്ത് കളറാണ് ഇഷ്ടം, എങ്ങനത്തെ മോഡലാണ് ഇഷ്ടമെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവൾക്ക് അങ്ങനെ ഒന്നുമില്ല, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നും പറഞ്ഞ് അവൾ നിൽക്കുക കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുന്നില്ലേ, അതൊക്കെ ആട്ടോ വെഡ്ഡിങ് സാരിയുടെ സെലക്ഷൻ, ആ ഒരു കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടുന്ന് അവർ ഓരോന്നെടുത്ത് കാണിക്കുകയാണ്. ആദ്യം ഞങ്ങൾ കളറാട്ടോ നോക്കിയത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറ് നൂത്ത് നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കളറുകൾ ഓരോന്നിങ്ങനെ വച്ച് നോക്കി അവൾക്ക്. ഇതിന്റെ ബ്രൈറ്റ് കളർ ഉണ്ടോ, കുറച്ചുകൂടെ ഡാർക്ക്? ഒരാൾ ഉടുത്ത് കണ്ടിട്ടുണ്ട്, നല്ല രസമാണ്, ഉടുക്കുമ്പോ രസമായിരിക്കും. ഇതിന്റെ ഡാർക്ക് ഉണ്ടെങ്കിൽ കുട്ടിക്ക് അഭിപ്രായമൊന്നുമില്ല, അതാണ് പ്രശ്നം. ഓരോ സാരി എടുത്തിട്ടും ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയുന്നു കേട്ടോ. ശ്രു മോളെ ഇത് കൊള്ളാവോടി, ആ കുഴപ്പമില്ല, എന്ത് കാര്യം ചോദിച്ചാലും അവൾ പറയും കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ബ്രൈറ്റ് കളേഴ്സൊക്കെ എടുത്ത് വച്ച് നോക്കി. പിന്നെ ഈ റെഡിൻ്റെ അകത്ത് ഈ വൈറ്റ് വരുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ മജന്ത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതില്ലെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അതൊന്ന് ഉടിപ്പിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഈ ബ്ലൂവിൽ ഒരു വെള്ളി നിറം വരുന്നതുകൊണ്ട് അത് വേണ്ടാന്ന് തിരിച്ചു വെപ്പിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊന്ന് ഉടിപ്പിച്ച് നോക്കാം. പഠിച്ചിട്ടാ വന്നല്ലേ ഇതിനെ പറ്റി. നല്ല റോസ് കളറും. എനിക്കും അവക്ക് കല്യാണത്തിന് അങ്ങോട്ട് പോയി മജന്തയായിരുന്നു. പക്ഷെ ഉടുക്കുമ്പോ നല്ല, എനിക്ക് ഇവിടുന്ന് കൊടുത്ത സാരി മജന്തയാണെങ്കിൽ അവർക്ക് തിരുവണ്ടി വീട്ടിൽ കൊടുത്ത സാരി രണ്ടയാ എനിക്കിരിപ്പുണ്ട്. പെണ്ണിന് ഇവിടെ ഇഷ്ടങ്ങളില്ല, അതുകൊണ്ട് എല്ലാരും ഇവിടെ കൺഫ്യൂഷൻ. എന്റെ മോളെ എടി നീ ഉണിക്കടലോട്ട് വരുന്നത് ഞാൻ കുറച്ച് എവിടെയെങ്കിലും ഇൻസ്റ്റയിലൊക്കെ റെഫർ ചെയ്തിട്ട് വന്നേന്. ഇത് കൊള്ളാടി മോളെ, മജന്തയാണ്. എവിടെ ചെന്നാലും ഞങ്ങളുടെ കൈ മജന്തയില് അല്ലടാ, നമുക്ക് ചേരുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു. എടാ ഇതിന്റെ കല്യാണ സാരി ഉണ്ടോ ഈ കളർ തന്നെ? കല്യാണ സാരി ഉണ്ടല്ലോ.
ഞാൻ കഷ്ടപ്പെട്ട് ഈ കളർ ഇഷ്ടപ്പെട്ട് സെയിം എൻ്റെ കല്യാണ സാരി. ഈ കളർ എൻ്റെ കല്യാണ സാരിയില്ല, വേറെ ഭയങ്കര കളർ. അതൊക്കെ തന്നെ കൊടുത്താൽ ഇതൊന്ന് വെച്ച് നോക്കണേ. മറ്റേതോടെ അത് രണ്ടെണ്ണം ഒന്ന് കളർ മുഖത്ത് നല്ല ബ്രൈറ്റ് നല്ല സെൽഫി ഇറങ്ങി കേട്ടോ. വേണ്ട ഈ കളർ ഒന്നും നോക്കുന്നു ഇല്ലെങ്കിൽ നമുക്ക് ഇതേ സാരി. അല്ലെങ്കിൽ എത്ര ഐ മീൻ കളറ് 1390. പിന്നെ നിങ്ങൾ ഇതിന്റെ വേറെ പാറ്റേൺ എടുക്കുമ്പോ ഒതുങ്ങുന്നത് കണ്ടെടുക്കണം. ഈ കളറിലുണ്ടോ നോക്കി നോക്കട്ടോ. ഇതിന്റെ പാറ്റേൺ ഉണ്ടാവോ വേറെ സാരികള്? അതിന്റെ കളർ ചേഞ്ച് ഉണ്ട് ചേച്ചി. ഇതിന്റെ കളർ ചേഞ്ച് അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ എന്നെ ഞാനിപ്പോൾ എടുത്ത ആ കളർ സാരി ഇല്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന് 1200 1100 അങ്ങാണ്ടേ വിലയുള്ളൂ. അപ്പോൾ ആ സെയിം തന്നെ കളർ കല്യാണ സാരി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സെയിം കളർ നമുക്ക് കിട്ടിയില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി ചെറിയ വ്യത്യാസമുണ്ട് എല്ലാ കളറിലും നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേന് സ്രൂവിനെ ഉടുപ്പിക്കുകയാണ് കേട്ടോ സാരി. അപ്പോൾ സാരി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് നൂത്ത് കഴിഞ്ഞപ്പോഴത്തേന് അത് ഒട്ടും ഒതുങ്ങുന്നില്ല സാരി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇതിൻ്റെയൊക്കെ വില ഒരു 21 ആ ഒരു റേഞ്ചിലാട്ടോ, 25 21 ആ ഒരു റേഞ്ചിലാണ്. പക്ഷെ ആ റേഞ്ചിലുള്ള സാരി ഒട്ടും ഒതുങ്ങുന്നില്ല, നമ്മുടെ ദേഹവുമായിട്ട് ഭയങ്കര പരപരപ്പായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു, ഈ സാരി വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഒതുങ്ങുന്ന ടൈപ്പ് സാരി എടുക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അവിടെ കിട്ടിയില്ല. ടോപ്പൊക്കെ പറഞ്ഞു കേട്ടോ. കല്യാണ സാരി അവിടെ ഉടുപ്പിക്കുമ്പോഴത്തേനും ഞങ്ങളിവിടെ വന്ന് ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ. കണ്ണൻ ചേട്ടനാണെങ്കിൽ ടോപ്പിൻ്റെ സെക്ഷനിൽ നിന്ന് മറിയുമായിരുന്നു. അങ്ങനെ അത് ടോപ്പ് വലുതായിട്ട് നമ്മുടെ ഇവിടെ കടകളിൽ കിട്ടുന്ന ടൈപ്പ് ടോപ്പുകളൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അതവിടെ നിർത്തിയിട്ട് കല്യാണ പെണ്ണിന് സാരി ഉടുക്കുന്നത് നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ അതവിടെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞാനല്ലല്ലോ നോക്കുന്നല്ലേ, ഞാനല്ലല്ലോ നോക്കുന്ന അവരോട് പറയാം. പച്ചപ്പ് നല്ല ഭംഗിയില്ലേ? പച്ചപ്പ് ഭംഗിയാ സാരിക്ക്. പച്ചപ്പ് സാരി ഭംഗിയാ. ഇനി ഞങ്ങളാവുന്നില്ല ഏതെടുക്കണോ? ഒരെണ്ണം പറ. ഇത് മതിയോ? ചോമ്പോ എന്താ പറയണേ? അങ്ങനെ അവസാനമായിട്ടെടുത്ത സാരിയും അങ്ങോട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം അത് ഒതുങ്ങുന്നില്ല കേട്ടോ. അതുകൊണ്ടായിരുന്നു ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടാഞ്ഞത്. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ കടയിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുന്ന് നമ്മൾ വെഡ്ഡിങ് സാരി ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി ഞാൻ എടുത്തു. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഡെയിലി യൂസിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. വെഡ്ഡിങ് സാരി എടുക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഓൺലൈനിലൊക്കെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ സാരിയെക്കുറിച്ച്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പൊന്നും നമുക്കവിടെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുക്കാഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ടെൻഷനായി കേട്ടോ. ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ടൈപ്പ് സാരി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് സാരിയില്ല, നമുക്ക് വേറെ കടയിൽ കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഈ ഒരു ബ്രൗൺ കളർ സാരി എടുത്തു കേട്ടോ. അപ്പോൾ അതിന് 1100 ആയിരുന്നു വില. അപ്പോൾ 1000 രൂപയാണ് എടുത്തത്. അപ്പോൾ അത് ബില്ലടിച്ചിട്ട് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു കടയിലോട്ട് കയറി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് കടകളുണ്ട് കേട്ടോ. പാലക്കാട്ടെ ചൂട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാറ്റടിക്കുമ്പോൾ കുറച്ച് തണുപ്പെങ്കിലും ഫീൽ ചെയ്യുമല്ലോ. ഇവിടെ കാറ്റടിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ, നമ്മുടെ പ്രഷർ കുക്കറിൽ നിന്ന് വരുന്ന ആ ഒരു ചീറ്റുമ്പോഴുള്ള ആ ഒരു ഇതില്ലേ, അതുപോലെ ആ ചൂട് കാറ്റാണ് ഇവിടെ. നമ്മൾ ഇറങ്ങി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവിടെ ആർക്കും ഇഷ്ടമായില്ല. അപ്പം നമ്മൾ AR ഹാൻഡ്ലൂംസിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ആ സാരി എടുത്തു കേട്ടോ, ആ ഡാർക്ക് ബ്രൗൺ കളറിലെ സാരി ഞാൻ എടുത്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കിനി നേരെ AR ഹാൻഡ്ലൂംസിലോട്ട് പോയിട്ട് വരാവേ. കടയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദാഹിച്ചിട്ട് എല്ലാവരും കൂടെ വെള്ളം കുടിക്കാൻ വേണ്ടി കയറി. ഞാനിനി ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം വേണ്ട കണ്ണൻ ചേട്ടാന്ന്. പാവം കണ്ണൻ ചേട്ടൻ വെള്ളം ഇവിടെ കൊണ്ടു തന്നു കേട്ടോ, നാരങ്ങ വെള്ളം. കാരണം അത്രയും ചൂട് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മളെല്ലാവരും കൂടെ ഓട്ടോയിൽ കയറി. മറ്റവരെല്ലാവരും കൂടെ ഫ്രണ്ടിൽ ഓട്ടോയിൽ പോയി കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഓട്ടോയിൽ കയറിയിട്ട് AR ഹാൻഡ്ലൂംസിലെത്തി. അപ്പോൾ ഇനി അവിടെ എങ്ങനെയുണ്ട് കളക്ഷൻ എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതൊരു ലോങ് വീഡിയോയാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.